ദിയ ക്രിസ്റ്റ്യയുടെ ഡെലിവറി വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ച. വീഡിയോ കണ്ട സ്ത്രീകളെല്ലാം വൈകാരികമായാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് വലിയ കാര്യമെന്നും പലരും പറയുന്നു. പല ആശുപത്രികളും ഇത് അനുവദിക്കാറില്ല. അതേസമയം ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം വീട്ടിലായി ഒരു വിവാഹമുണ്ട്. കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ നഴ്സുമാരാണിവർ. പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നുവെന്ന് സർക്കാർ ആശുപത്രിയിലെ നഴ്സുമാരിൽ നിന്നുണ്ടാകുന്നുവെന്ന് അനവസ്ഥരായ സ്ത്രീകൾ പറയുന്നത്. കേരളത്തിൽ ഹോസ്പിറ്റലിൽ അമ്മയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം. ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരു അമ്മമാർക്കും ഉണ്ടാകരുത്. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇതിലുള്ള കമൻറ്റ് വായിച്ചിട്ടെങ്കിലും ഹോസ്പിറ്റലിലുള്ള ഡെലിവറി റൂമിൽ ഡ്യൂട്ടി ചെയ്യുന്ന നേഴ്സുമാർ അവരോട് മാന്യമായി പെരുമാറണം. ഒരുപാട് പേർ ഇതിനകം സങ്കടം പറയുന്നത് കണ്ടു. നേഴ്സുമാർക്ക് ഇതൊരു പുതുമയാവില്ല. പക്ഷേ ഒരു ലേഡി ഫസ്റ്റായിട്ട് ഡെലിവറിക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതായിരിക്കും. സ്നേഹത്തോടെ കെയർ ചെയ്താൽ അവർക്കും കുറച്ച് റിലാക്സ് കിട്ടും. ഇനി കെയറും സ്നേഹവും ഒന്നും കൊടുത്തില്ലെങ്കിലും വേദനയെ പുച്ഛത്തോടെ തള്ളിക്കളയാതെ ഒരു പരിഗണന എങ്കിലും കൊടുക്കുക. ഞാനും 2 പെറ്റു. പെറ്റ തള്ളയെ പോലും പരിസരത്തൂടെ പോലും വിടാതെ സർക്കാർ ഹോസ്പിറ്റൽ. ലേബർ റൂമിൽ കയറ്റി പോകുന്ന നമ്മളെപ്പറ്റി വല്ലോം പുറത്തിരിക്കുന്നവർക്ക് അറിയണമെങ്കിൽ ഒന്നെങ്കിൽ ജ്യോത്സ്യം പഠിക്കണം, അല്ലെങ്കിൽ വിധിക്ക് കൊട്ടുകൊടുത്ത് പുറത്ത് കാതും ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ജീവനോടെ തിരിച്ചു കിട്ടാൻ പണം ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രസവിക്കാം. ഇല്ലെങ്കിൽ ഡോക്ടർമാരും നഴ്സുമാരും തൊട്ട് അറ്റൻഡർമാർ ചേച്ചിയുടെ വായിൽ ഇരിക്കുന്നത് വരെ കേട്ട് മടുത്ത് പേടിച്ച് വിറച്ച് പ്രസവിക്കാം. ഭാഗ്യം ഒപ്പം വിധിയും നല്ലതാണെങ്കിൽ രക്ഷപ്പെടാം. ഒച്ച ഉണ്ടാക്കാൻ പോലും പേടിച്ച് ലേബർ റൂമിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ? ഹെൽപ്പിന് ഒരു നേഴ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ. മെഡിക്കൽ കോളേജിൽ ഡെലിവറി സമയത്ത് എൻ്റെ കാലുകൾ വിറച്ചിട്ട് കാലിൽ ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കാതെ പോയ നഴ്സുമാർ. എനിമ തന്നിട്ട് ടോയ്ലറ്റിൽ പോകാൻ നോക്കുമ്പോൾ ടോയ്ലറ്റ് ഫ്രീ അല്ല. അതല്ല ഈ നിമിഷം ഓർത്തുപോയി. താൻ ഭാഗ്യവതിയാണോ ഓസി. ഫുൾ ഫാമിലി സപ്പോർട്ടായി കൂടിയില്ലേ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ നീണ്ട്. ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്ത്രീകൾ ഉന്നയിക്കുന്നത്. ഒരു സ്ത്രീക്ക് മാനസികമായി പിന്തുണ ഏറ്റവും അധികം വേണ്ട സമയത്താണ് പ്രസവം. ആ സമയത്ത് നഴ്സുമാരിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റം വരും ദിവസങ്ങളിൽ പ്രമുഖ ചർച്ചയിലേക്ക് കൊണ്ടുവന്നേക്കാം. രാഷ്ട്രീയ പ്രവർത്തകർക്കാണ് ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ. ഇദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാൽ ഇടപെടാൻ നടത്താനും സാധ്യതയുണ്ട്.